കാണാൻ തക്ക സാധിക്കുന്നു. ആ ബാല്യക്കാരൻ കണ്ടത് എന്താണ്? ആ ചുറ്റും എന്താണ്? ദൈവത്തിൻ്റെ സൈന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏത് പ്രകാരമാണ് ഇവിടെ നമ്മുടെ പർവ്വതങ്ങളിൽ നമ്മളെ ചുറ്റി നിൽക്കുന്ന ദൈവത്തെ നമ്മൾ ഏത് പ്രകാരമാണ് കാണാൻ സാധിക്കുന്നത്? ആ പ്രത്യാശയോടെ ഞാനും നിങ്ങളും മുന്നോട്ട് പോകുന്നൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് നമുക്ക് കാണുവാൻ തക്ക സാധിക്കുന്നു. അതിൻ്റെ 3-ാമത്തെ വാക്യങ്ങളൊന്ന് വായിച്ചാൽ, നീതികളിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. ആമേൻ. ഇവിടെ നീതിമാന്മാരുടെ നീതികളിലേക്കും കൈനീട്ടുന്ന ഒരു അനുഭവമാണ്. ഇവിടെ ദുഷ്ടന്മാരും ധിക്കാരവും ഭരണവും ഒക്കെ നമുക്ക് ദുഷ്ഭരണവും വർദ്ധിക്കുമ്പോൾ ദൈവജനം വഴിതെറ്റി അതിലേക്ക് തിരിയാനുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ എന്താണ്? ദുർഭരണം, എന്താ? ദുഷ്ടന്മാരുടെ ധിക്കാരവും ദുർഭരണത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ കാണുവാൻ തക്കണം. ഏത് പ്രകാരത്താണ്? നീതിമാൻ നീതികളിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിലിരിക്കും. അപ്പോൾ ഏത് നീതിമാന്മാർ ഏത് പ്രകാരം ദുഷ്ടന്മാരുടെ ചെങ്കോലിലേക്ക് നമുക്ക് തിരിയുന്നൊരു അനുഭവം ഉണ്ടോ എന്ന് ചിന്തിക്കുവാൻ തക്കണം. അത് ജീവിതത്തിൽ നമുക്ക് മനുഷ്യരായി നമുക്കത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു വരും. അപ്പോൾ ദൈവത്തെ മറന്ന് ജീവിക്കുന്നൊരു അനുഭവമല്ല. ദൈവം തക്ക സമയത്ത് എന്ത് ചെയ്യണമെന്നും ദുഷ്ടന്മാരുടെ കയറ്റത്തെ തടയും. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ ചെയ്യുന്നു. അതെന്താണ്? ഈ സംഘത്തിൽ കേൾക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിച്ചതുപോലെ ആ വചനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്ക സാധിക്കുന്ന ഒരു അനുഭവമാണ് കാണാൻ സാധിക്കുന്നത്. ആ വചനത്തിൽ നോക്കുമ്പോൾ യെശയ്യാവിന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. നമുക്ക് വായിക്കാം. ഒറ്റ വാക്യമേ ഉള്ളൂ. യെശയ്യാ 14:5. സ്തോത്രത്തെ നമ്മൾ വായിച്ചോട്ടെ. ഏത് പ്രകാരത്തിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? യഹോവ ദുഷ്ടന്മാരുടെ വടിയെ പോലെ. അപ്പോൾ നമുക്ക് വടിയും വാഴുന്നവരുടെ ചെങ്കോലും ഒളിച്ചു കളഞ്ഞു. അപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും യഹോവ ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവരുടെ ചെങ്കോലും ഒളിച്ചു കളയുന്ന ദൈവമാണ്. അപ്പോൾ ഏത് പ്രകാരം അവർ ജീവിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്താണ്? ആദ്യം മുൻപിൽ നമ്മൾ നിൽക്കുവാനല്ല ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ, നമ്മൾ ശക്തിയോടെ ദൈവത്തിൽ ആരാധിക്കുവാൻ നമ്മൾ ആശ്രയം വെക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ തക്കണം ഇടയാകണം എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്നത്. 4ഉം 5ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. യഹോവയെ ഗുണവാന്മാർക്കും ഹൃദയപരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ. എന്നാൽ വളഞ്ഞ വഴിയിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവർത്തിക്കാരോട് പോകുമാറാകട്ടെ. ഇസ്രായേലിന്മേൽ സമാധാനം കാണാൻ തക്ക സാധിക്കുന്നു. ആ ബാല്യക്കാരൻ കണ്ടത് എന്താണ്? ആ ചുറ്റും എന്താണ്? ദൈവത്തിൻ്റെ സൈന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏത് പ്രകാരമാണ് ഇവിടെ നമ്മുടെ പർവ്വതങ്ങളിൽ നമ്മളെ ചുറ്റി നിൽക്കുന്ന ദൈവത്തെ നമ്മൾ ഏത് പ്രകാരമാണ് കാണുവാൻ സാധിക്കുന്നത്? ആ പ്രത്യാശയോടെ ഞാനും നിങ്ങളും മുന്നോട്ട് പോകുന്നൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് നമുക്ക് കാണുവാൻ തക്ക സാധിക്കുന്നു. അതിൻ്റെ 3-ാമത്തെ വാക്യങ്ങളൊന്ന് വായിച്ചാൽ, നീതിമാന്മാർ നീതികളിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. ആമേൻ. ഇവിടെ നീതിമാന്മാരുടെ നീതികളിലേക്കും കൈനീട്ടുന്ന ഒരു അനുഭവമാണ്. ഇവിടെ ദുഷ്ടന്മാരും ധിക്കാരവും ഭരണവും ഒക്കെ നമുക്ക് ദുഷ്ഭരണവും വർദ്ധിക്കുമ്പോൾ ദൈവജനം വഴിതെറ്റി അതിലേക്ക് തിരിയാനുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ എന്താണ്? ദുർഭരണം, എന്താ? ദുഷ്ടന്മാരുടെ ധിക്കാരവും ദുർഭരണത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ കാണുവാൻ തക്കണം. ഏത് പ്രകാരത്താണ്? നീതിമാൻ നീതികളിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിലിരിക്കും. അപ്പോൾ ഏത് നീതിമാന്മാർ ഏത് പ്രകാരം ദുഷ്ടന്മാരുടെ ചെങ്കോലിലേക്ക് നമുക്ക് തിരിയുന്നൊരു അനുഭവം ഉണ്ടോ എന്ന് ചിന്തിക്കുവാൻ തക്കണം. അത് ജീവിതത്തിൽ നമുക്ക് മനുഷ്യരായി നമുക്കത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു വരും. അപ്പോൾ ദൈവത്തെ മറന്ന് ജീവിക്കുന്നൊരു അനുഭവമല്ല. ദൈവം തക്ക സമയത്ത് എന്ത് ചെയ്യണമെന്നും ദുഷ്ടന്മാരുടെ കയറ്റത്തെ തടയും. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ ചെയ്യുന്നു. അതെന്താണ്? ഈ സംഘത്തിൽ കേൾക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിച്ചതുപോലെ ആ വചനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കാണുവാൻ തക്ക സാധിക്കുന്ന ഒരു അനുഭവമാണ് കാണാൻ സാധിക്കുന്നത്. ആ വചനത്തിൽ നോക്കുമ്പോൾ യെശയ്യാവിന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. നമുക്ക് വായിക്കാം. ഒറ്റ വാക്യമേ ഉള്ളൂ. യെശയ്യാ 14:5.
தண்டாயுதத்தையும் அரசாண்டவர்களின் செங்கோல்களையும் ആമേൻ. போட்டார். സ്തോത്രത്തെ നമ്മൾ വായിച്ചല്ലോ കേട്ടു. ഏത് പ്രകാരത്തിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? യഹോവ ദുഷ്ടന്മാരുടെ വടിയെ പോലെ. അപ്പോൾ നമുക്ക് വടിയും വാഴുന്നവരുടെ ചെങ്കോലും ഒളിച്ചു കളഞ്ഞു. അപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും യഹോവ ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവരുടെ ചെങ്കോലും ഒളിച്ചു കളയുന്ന ദൈവമാണ്. അപ്പോൾ ഏത് പ്രകാരം അവർ ജീവിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്താണ്? അതേ മുൻപിൽ നമ്മൾ നിൽക്കുവാനല്ല ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ, നമ്മൾ ശക്തിയോടെ ദൈവത്തിൽ ആരാധിക്കുവാൻ, നമ്മൾ ആശ്രയം വെക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ തക്കണം ഇടയാകണം എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്നത്. 4ഉം 5ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. യഹോവയെ ഗുണവാന്മാർക്കും ഹൃദയപരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ. എന്നാൽ വളഞ്ഞ വഴിയിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവർത്തിക്കാരോട് പോകുമാറാകട്ടെ. ആമേൻ. ഇസ്രായേലിന്മേൽ സമാധാനം വരുമാറാകട്ടെ. ആമേൻ.